الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أيها الناس أوصيكم ونفسي أولا بتقوى الله. സത്യവിശ്വാസികളാണ്. ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും സാഹചര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് പൂർണ്ണ മുത്തഖീകളായി ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ഖുത്ബയിൽ സംസാരിച്ച വിഷയം ഹജ്ജിനെ സംബന്ധിച്ചും മക്കയെ സംബന്ധിച്ചും. ഇന്ന് ഖുത്ബയിൽ മുഅ്മിനീങ്ങളെ ഉണർത്താനുള്ളത് നമ്മുടെ ഖിബ്ലയായ കഅബയെ സംബന്ധിച്ചാണ്. നമുക്കറിയാം, മുസ്ലിമീങ്ങളുടെ ഖിബ്ല കഅബയാണ്. ഭൂമിയിൽ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ പഠിപ്പിച്ചു, ആദ്യമായി ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ഭവനം കഅബയാണ്. രണ്ടാമത്തേതാണ് ബൈത്തുൽ മുഖദ്ദസ്. ആ രണ്ട് ഭവനങ്ങളുടെയും ഇടയിൽ വർഷവ്യത്യാസം 40 വർഷം. കഴിഞ്ഞ ഖുത്ബകളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമ്മൾ സൂചിപ്പിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞൊരു വാക്ക്, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക. മക്കയിലുള്ള ആദ്യത്തെ ഭവനം മനുഷ്യർക്ക് വേണ്ടി ഇബാദത്തിനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ ഭവനം കഅബയാണ്. നമുക്കറിയാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഉണ്ടായിരിക്കെ ആദ്യത്തെ ഖിബ്ല ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. മക്കയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും നിസ്കരിച്ചിരുന്നത്. ആദ്യത്തെ ഖിബ്ലയാണത്. അതാണ് റസൂലിന് വലിയ ഇഷ്ടമായിരുന്നു കഅബ ഖിബ്ലയായിട്ട് ലഭിക്കണം എന്നുള്ളത്. ആ ആഗ്രഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല പ്രാവശ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മദീനയിലേക്ക് ഹിജ്റ വന്നു. ഹിജ്റയുടെ 2-ാം വർഷം
ആദ്യം വന്ന 16-17 മാസം റസൂലും സഹാബാക്കളും മദീനയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞാണ് നിസ്കരിച്ചുകൊണ്ടിരുന്നത്. ആ 1.5 വർഷം കഴിഞ്ഞ് ഹിജ്റ 2-ാം വർഷത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുന്നത്, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. പ്രവാചകരെ, അങ്ങയുടെ ആ താല്പര്യം, അങ്ങയുടെ ആ ഇഷ്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിച്ചിരിക്കും. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. മസ്ജിദുൽ ഹറാമിലേക്ക്, കഅബയിലേക്ക് താങ്കളുടെ മുഖം തിരിച്ചു കൊള്ളുക. അപ്പൊ കഅബ ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും, ഖിബല ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും കഅബയിലേക്ക് മാറ്റപ്പെട്ടു. ഹിജ്റ 2-ാം വർഷം മദീനയിൽ വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി സഹാബാക്കളെ കൊണ്ട് കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചത് ഒരു അസ്ർ നമസ്കാരമായിരുന്നു. ഒരു സഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അസ്ർ നിസ്കരിച്ചു. എന്നിട്ട് പിരിഞ്ഞു പോകുന്നതിനിടയിൽ ഒരു സംഘം സഹാബാക്കള് അസ്ർ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നത് കണ്ടു, മറ്റൊരു ജമാഅത്ത് അസ്ർ നിസ്കരിക്കുന്നത് കണ്ടു. അവര് റുകൂഇലാണ്. വന്ന സഹാബി പറഞ്ഞു, നിങ്ങൾ അറിയില്ലേ, ഖിബല കഅബയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. ആ റുകൂഇൽ ഉണ്ടായിരുന്ന ആ ഇമാമും മഅ്മൂമികളും ജമാഅത്ത് അതേപോലെ നേരെ തിരിഞ്ഞു കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചു. ആ സ്ഥലമാണ് ഇന്ന് മസ്ജിദുൽ ഖിബലത്തെ നമ്മൾ കാണുന്നത്. ആ പള്ളിയിൽ വെച്ചാണ് നമ്മൾ നിസ്കരിച്ചത്. 2 ഖിബലയിലേക്കും തിരിഞ്ഞ് നിസ്കരിക്കപ്പെട്ട പള്ളി. അങ്ങനെ സഹാബാക്കളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ ആരംഭിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യമായി ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ഭവനം അത് കഅബയാണ്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മലക്കുകളാണ് അത് നിർമ്മിച്ചത്. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. മലക്കുകൾ പറഞ്ഞു, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. മലക്കുകളെ, ഞാൻ ഭൂമിയിൽ മനുഷ്യരുടെ സൃഷ്ടിയെ സൃഷ്ടിക്കാൻ പോവാണ്. തിരിച്ചുടക്ക് മലക്കുകൾ ചോദിച്ചു, അത്തജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. അല്ലാഹുവേ, പരസ്പരം രക്തം ചിന്തുകയും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതായ ഒരു വിഭാഗത്ത് അല്ലാഹു താങ്കൾ ഭൂമിയിൽ സൃഷ്ടിക്കുകയാണോ? വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. നമ്മൾ നിനക്ക് 24 മണിക്കൂറും ഇബാദത്തിലായിക്കൊണ്ടിരിക്കുക. മലക്കുകൾ അല്ലാഹുവിന്റെ അഭിപ്രായം പറയുമ്പോഴേക്കും മലക്കുകൾ തിരിച്ച് അല്ലാഹുവിനോട് ചോദിച്ചു. ആ ചോദ്യത്തിൽ മലക്കുകൾ ഖേദിച്ചു. അല്ലാഹു ഒരു കാര്യം തീരുമാനിച്ചു. അതിന് അല്ലാഹുവിന് അനുവാദം കിട്ടുന്നതിന്റെ മുമ്പേ മലക്കുകൾ തിരിച്ചു മറുപടി പറഞ്ഞു. മലക്കുകൾ ഖേദിച്ചു. മലക്കുകൾ അല്ലാഹുവിന്റെ അർശിന് ചുറ്റും തവാഫ് ചെയ്യാൻ തുടങ്ങിയതിന്റെ ഖേദ പ്രകടനം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി, അവർക്ക് തവാഫ് ചെയ്യാൻ വേണ്ടി അർശിന്റെ നേരെ താഴ്ഭാഗത്ത് ബൈത്തുൽ മഅമൂർ എന്നൊരു ഭവനം പണിയാൻ കൽപ്പിച്ചു. അർശിന്റെ നേരെ താഴ്ഭാഗത്ത് ആകാശ ലോകത്ത് അങ്ങനെ ബൈത്തുൽ മഅമൂർ എന്ന ഭവനം പണിയപ്പെട്ടു മലക്കുകൾക്ക് തവാഫ് ചെയ്യാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മലക്കുകളെ സംബന്ധിച്ച് പറഞ്ഞത്, യുസല്ലി ഫീഹി കുല്ല യൗമിൻ 70000 മലക്ക്. എല്ലാ ദിവസവും ആ ബൈത്തുൽ മഅമൂറിലേക്ക് കടന്നു ചെല്ലുന്നത് 70000 മലക്കുകളാണ്. ഒരു ദിവസം 70000 മലക്കുകൾ ബൈത്തുൽ മഅമൂറിലേക്ക് കടക്കും. അവർ അല്ലാഹുവിന്റെ ഇബാദത്തുകൾ ചെയ്യും. ഇദാ ഖറജൂ ലം യഊദു. അവർ നിസ്കാരം, അവരുടെ ഇബാദത്തുകൾ കഴിഞ്ഞ ബൈത്തുൽ മഅമൂറിൽ നിന്നും പുറത്തേക്ക് കടന്നാൽ ലം യഊദു, പിന്നീട് അവർ ഒരിക്കലും അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ ഓരോ ദിവസവും 70000 മലക്കുകൾ ഇത് ചെയ്തുകൊണ്ടിരിക്കും. അത്രയും അല്ലാഹുവിന്റെ മലക്കുകളുടെ എണ്ണം. ഒരു ദിവസം 70000 മലക്കുകൾ കടന്നാൽ പിന്നെ അവർ രണ്ടാമത് കടക്കുന്നില്ല. പുതിയ പുതിയ മലക്കുകളാണ് ഓരോ ദിവസവും കടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് മലക്കുകൾക്ക് തവാഫ് ചെയ്യാനുള്ള ഭവനമായിട്ട് ആകാശലോകത്ത് അറിയപ്പെട്ടത് ബൈത്തുൽ മഅമൂർ. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു, ഭൂമിയിലേക്ക് അയച്ചു. അല്ലാഹുവിന്റെ കൽപ്പന മലക്കുകളോട്, ഭൂമിയിൽ ഒരു ഭവനം പണിയണം ആദമിനെ തവാഫ് ചെയ്യാൻ. ആ ബൈത്തുൽ മഅമൂറിന്റെ നേരെ താഴെ ഭൂമിയിൽ മലക്കുകളാണ് കഅബ നിർമ്മിക്കുന്നത് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം. അങ്ങനെ ആദ്യമായിട്ട് ആ കഅബ നിർമ്മിക്കപ്പെട്ടു. ആദം നബി അലൈഹിസ്സലാം അത് തവാഫ് ചെയ്തു.
ശേഷം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടം. ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളിൽ 10ാമത്തെ തലമുറ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ആ സമൂഹത്തെ നശിപ്പിക്കാൻ അല്ലാഹു വെള്ളപ്പൊക്കം ഉണ്ടാക്കി. ആ വെള്ളപ്പൊക്കത്തിൽ കഅബ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. തറ പോലും കാണാത്ത രീതിയിൽ ആ കഅബ പൂർണ്ണമായും ഇല്ലാതായി. പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭാര്യ ഹാജറിനെയും മകൻ ഇസ്മായിലിനെയും കൂട്ടി ഫലസ്തീനിൽ നിന്ന് ഷാമിലേക്ക്, ഇറാഖിൽ നിന്നും ഷാമിലേക്ക്, ഷാമിൽ നിന്ന് മക്കയിലേക്ക് ഹിജ്റ വരാൻ അല്ലാഹു കൽപ്പിച്ചു. ഭാര്യ ഹാജറിനെയും മകൻ ഇസ്മായിലിനെയും കൂട്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിലെത്തി. ജബൽ അബീ ഖുബൈസ് എന്ന മലഞ്ചെരുവിൽ അവിടെ താമസിപ്പിച്ചു. അവിടെ അല്ലാഹു പറയുന്നത് ആ കഅബയുടെ സ്ഥാനം, അതിന്റെ സ്ഥലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കാണിച്ചു കൊടുത്തു. അതെങ്ങനെയെന്ന് പറയുന്നുണ്ടല്ലോ, പൂർണ്ണമായും ഇല്ലാതായ ആ കഅബയുടെ സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കാണിച്ചു കൊടുത്തു. അവിടെ കഅബ പുനർനിർമ്മിക്കാൻ അല്ലാഹു കൽപ്പിച്ചു ഇബ്രാഹിമിനോട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിലിനെയും കൂട്ടി മകനോട് ചോദിച്ചു, മകനെ നീ എന്നെ സഹായിക്കുമോ? മകൻ പറഞ്ഞു, പിതാവ്, ഞാൻ താങ്കളെ സഹായിക്കാം, എന്താണ് ചെയ്യേണ്ടത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അമറനി അൻ അബ്നിയ ഹാഹുന ബൈതൻ ലഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഒരു ഭവനം നിർമ്മിക്കാൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കഅബയുടെ പണി പുതുക്കി പണിയുന്നത്, പുനർനിർമ്മിക്കുന്നത് കഅബ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചരിത്രം ഖുർആനിൽ പറയുന്നുണ്ട്, വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഒറ്റയായത്തിൽ അല്ലാഹു ചരിത്രം ഒതുക്കി. ഇസ്മായിൽ നബി അലൈഹിസ്സലാം മലമുകളിൽ നിന്നും കല്ല് കൊണ്ടുവരും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതെടുത്ത് വെക്കും. അങ്ങനെയാണ് പണി മുന്നോട്ട് പോയത്. അതിന്റെ ഭിത്തിക്ക് ഉയരം കൂടിയപ്പോ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഒരു കല്ല് കൊണ്ട് വെച്ചു കൊടുത്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ കല്ലിന്റെ മുകളിൽ നിന്നിട്ടാണ് ബാക്കിയുള്ളത് എടുത്തത്. ആ കല്ലാണ് ഇന്ന് മഖാമു ഇബ്രാഹിം എന്നറിയപ്പെടുന്നത്. നമ്മൾ കാണും, കഅബയുടെ അടുത്ത് പോയാൽ അതിന്റെ അടുക്കൽ ഒരു കല്ലുണ്ട്, മഖാമു ഇബ്രാഹിം. തവാഫിന് ശേഷം ആ മഖാം ഇബ്രാഹിമിന്റെ പിറകിലാണ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുള്ളത്. അന്ന് മഖാം ഇബ്രാഹിം കഅബക്ക് തൊട്ടടുത്തായിരുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ആ കഅബക്ക് ചുറ്റും പള്ളി പണിയുന്ന സമയം ആ മഖാം ഇബ്രാഹിം കുറച്ചിങ്ങോട്ട് നീക്കി വെച്ചതാണ്. അത് ഇന്ന് കുറച്ച് അകലത്തിലാണ്. അന്ന് കഅബയുടെ തൊട്ടടുത്തായിരുന്നു മഖാം ഇബ്രാഹിം. ആ കല്ലിന്റെ മുകളിൽ നിന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബയുടെ ബാക്കി പണി പൂർത്തിയാക്കിയത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫജഅല യബ്നിയാൻ, പിതാവ് ഇബ്രാഹിമും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം രണ്ടാൾക്കാരും കൂടി കഅബയുടെ പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹത്താ യദൂറ അൽ ബൈത്ത്, അങ്ങനെ കഅബ പൂർണ്ണമായിട്ടും അവർ എടുത്തു കഴിഞ്ഞു. ആ സമയം ദുആ ചെയ്തു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പണി പൂർത്തീകരിച്ചപ്പോ അവർ അല്ലാഹുവിനോട് ദുആ ചെയ്തു. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം പണി പൂർത്തിയാക്കിയത്. അവർ ദുആ ചെയ്തു, അല്ലാഹു റബ്ബനാ തഖബ്ബൽ മിന്നാ, നമ്മളിൽ നിന്ന് നീ സ്വീകരിക്കണം. ഇന്നക അൻതസ് സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമെന്ന് പറഞ്ഞു. ആ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആ ഖുർആനിൽ മുഅ്മിനീങ്ങളെ പഠിപ്പിച്ചു. നമ്മളൊരു ഇബാദത്ത് ചെയ്താൽ, ഒരു നന്മ ചെയ്താൽ അല്ലാഹുവോട് ചോദിക്കേണ്ട ചോദ്യം, റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഞാനിത് ചെയ്തിട്ടുണ്ട്, നീ എന്നിൽ നിന്ന് സ്വീകരിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പണി പൂർത്തിയാക്കി. അല്ലാഹുവിന്റെ കൽപ്പന, വഅദ്ദിൻ ഫിന്നാസ് ബിൽ ഹജ്ജ്, ജനങ്ങൾക്ക് നീ വിളംബരം ചെയ്യണം, ഹജ്ജിന് വേണ്ടി കഅബയിലേക്ക് പുറപ്പെടാൻ, കഅബയിലേക്ക് വരാൻ. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ തഫ്സീറിൽ, അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇബ്നു അബ്ബാസിൽ നിന്നുള്ള റിവായത്ത് ഹദീസ് കൊടുക്കുന്നുണ്ട്. അതിൽ പറയാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവോട് ചോദിച്ചു, യാ റബ്ബി കൈഫ ഉബല്ലിഗു الناس വസൗതി ലാ യൻഫദു. അല്ലാഹുവേ, ഞാൻ എങ്ങനെയാണ് ജനങ്ങളെ വിളിക്കുക, എന്റെ ശബ്ദം അവരിലേക്ക് എത്തൂല. അല്ലാഹു പറഞ്ഞു, നാദി വഅലൈനൽ ബലാ, ഇബ്രാഹിമേ നീ വിളിക്ക്,
വഅലൈനൽ ബലാ, നിന്റെ ശബ്ദം ജനങ്ങളിലേക്ക് നാം എത്തിച്ചുകൊള്ളു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഫഖാമ അലാ മഖാമിഹി, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കല്ലിന്റെ മുകളിൽ കയറി നിന്നു. ഔ അല സഫ, അല്ലെങ്കിൽ സഫാ മലയുടെ മുകളിൽ കയറി നിന്നു. ഔ അല അബി ഖുബൈസ്, അല്ലെങ്കിൽ ജബൽ അബി ഖുബൈസിന്റെ മല മുകളിൽ കയറി നിന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്ന റബ്ബക്കും ഇത്തഖദ ബൈതൻ ലഹു ഫഹുജ്ജു, ജനങ്ങളെ, അല്ലാഹു ഒരു ഭവനം നിർമ്മിച്ചിട്ടുണ്ട്, നിങ്ങൾ അതിലേക്ക് ഹജ്ജിനായി പുറപ്പെടണം. ഹദീസിൽ കാണാം, ഇദൽ ജിബാലു തവാദഅത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് പ്രഖ്യാപിക്കുന്ന സമയം ഭൂമിയിലുള്ള പർവ്വതങ്ങളൊക്കെ ഒന്ന് താഴ്ന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ശബ്ദം ഫയബ്ലുഗു അർജാഅൽ അർദി, ഭൂമിയുടെ എല്ലാ സ്ഥലത്തേക്കും ആ ശബ്ദം അല്ലാഹു കേൾപ്പിച്ചു. ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആ ശബ്ദം ആരോടും കേട്ടു. ആ വിളിക്ക് ഉത്തരമാണ് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്ക് നാം ഉത്തരം നൽകിയിരിക്കുന്നു. അതാണ് തൽബിയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതാണ് ഒന്നാമത്തെ ഘട്ടം കഅബയുടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിനെ പുതുക്കി പണിതു. അതിനുശേഷം ഹജ്ജിനായിട്ട് ഓരോ വർഷവും ജനങ്ങൾ അവിടെ ഒരുമിച്ച് കൂടാൻ തുടങ്ങി. പിന്നെ കഅബ പുതുക്കി പണിയുന്നത് ഖുറൈശികളുടെ കാലഘട്ടം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുവാവായിരിക്കെ, നുബുവത്തിന്റെ മുമ്പ്, 25 വയസ്സ് കഴിയുന്നതിന് ശേഷം നുബുവത്തിന്റെ മുമ്പ് ഖുറൈശികൾ വലീദ് ബിൻ മുഗീറ അദ്ദേഹം തീരുമാനിച്ചു കഅബ പുതുക്കി പണിയണം. അതിൽ ചില കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിനിടയിൽ ഒരു വെള്ളപ്പൊക്കം മക്കയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കഅബ ഒന്ന് പുതുക്കി പണി, അതൊന്ന് പൊളിച്ചു മാറ്റി പുതുക്കി പണിയണം. ഖുറൈശികൾ ഒരുമിച്ച് കൂടി, അങ്ങനെ എല്ലാവരും സമ്മതിച്ചു. അവർ കഅബ പൊളിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുവാവായിരുന്നു. കഅബ പൊളിച്ചു, അവർ പുതുക്കി പണിതു. ആ പണിയുന്നതിനിടയിൽ അവർ നിബന്ധന വെച്ചു, ഇത് അല്ലാഹുവിന്റെ ഭവനമാണ്. ഖുറൈശികൾക്ക് അല്ലാഹുവിനെ നല്ല പരിചയമുണ്ട്. കഅബയെ സംബന്ധിച്ച് അവർക്ക് പരിചയമുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിന് അവർക്ക് പരിചയമുണ്ട്. പക്ഷെ അവരിൽ ശിർക്ക് സംഭവിച്ചു എന്നുള്ളതാണ്. അവർ അല്ലാഹുവിനെ അറിയാത്ത, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അറിയാത്ത, ദീൻ എന്താണെന്ന് അറിയാത്ത, ഇസ്ലാം എന്താണെന്ന് അറിയാത്ത നമ്മുടെ നാട്ടിലെ ആൾക്കാരെ പോലെ അല്ല. അങ്ങനെ ചില ആൾക്കാർ വരുത്തി വെച്ചതാണ്. അവർ അല്ലാഹുവിനെ ബോധ്യമുള്ളവരാണ്. അല്ലാഹുവിനെ അറിയാം, അവർ ദീൻ അറിയാം. പക്ഷെ അവർ അല്ലാഹുവിന്റെ കൂടെ മറ്റുള്ളവരെയും വിളിച്ചു പ്രാർത്ഥിച്ച് ദുആ ചെയ്ത് ശിർക്കിലാകപ്പെട്ടവരാണ്. അവരൊരു നിബന്ധന വെച്ചു, ആരാണോ കഅബ പുതുക്കി പണിയാൻ സഹായിക്കുന്നത് അത് ഹലാലായ സമ്പത്ത് മാത്രമായിരിക്കണം, ഹലാലല്ലാത്ത സമ്പത്ത് ചേർക്കാൻ പാടില്ല. അങ്ങനെ ഹലാലായ സമ്പത്ത് ഒരുമിച്ച് കൂട്ടി, അതുകൊണ്ടാണ് അവർ ആ കഅബ പുതുക്കി പണിതത്. പക്ഷെ അവർക്ക് അതിന്റെ പണി പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അവർ ആ കഅബയുടെ വലുപ്പം ചുരുക്കി. അവർക്ക് കിട്ടിയ സാധനം വെച്ച് ആ കഅബയുടെ വലുപ്പം ചുരുക്കിയവർ. 4 വ്യത്യാസങ്ങളാണ് ഖുറൈശികൾ ആ കഅബക്ക് വരുത്തി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എടുത്ത കഅബയിൽ നിന്നും 4 വ്യത്യാസങ്ങൾ ഖുറൈശികൾ ആ കഅബക്ക് വരുത്തി. ഒന്ന്, കഅബക്ക് മേൽക്കൂര ഉണ്ടായിരുന്നില്ല, അതിനവർ മേൽക്കൂര പണിതു. 2, കഅബക്ക് 2 വാതിലുണ്ടായിരുന്നു. ഒരു വാതിലൂടെ കയറി മറുവാതിലൂടെ പുറത്തേക്ക് ഇറങ്ങാൻ. പക്ഷെ അവർ ചെയ്തു, ഒരു വാതിൽ അയച്ചു. ഇന്ന് കഅബക്ക് ഒരു വാതിലാണ്. രണ്ടാമത്തേത്, ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ, വെള്ളപ്പൊക്കത്തിൽ വെള്ളം കയറാതിരിക്കാൻ അതിന്റെ തറ ഒരാളുടെ പൊക്കത്തിൽ അവർ ഉയർത്തി. ഇന്ന് കഅബയുടെ വാതിൽ നമ്മുടെ തലക്ക് മുകളിലാണ്. ആദ്യം അത് നിലത്തായിരുന്നു. ഖുറൈശികൾ പണിയുന്ന സമയത്താണ് അതിന്റെ തറ ഉയർത്തി കെട്ടിയത്. അങ്ങനെ ചില വ്യത്യാസങ്ങൾ ഖുറൈശികൾ വരുത്തി. അതുപോലെ തന്നെ അതിന്റെ ഒരു ഭാഗം അവർ ഒഴിവാക്കി. ഇന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുതുക്കിപ്പണിത കഅബ 3 ഭാഗവും ചതുരം, 4ാമത്തെ ഭാഗം ത്രികോണത്തിലായിരുന്നു, വൃത്തത്തിലായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നതോ സമചതുരത്തിലാണ് കഅബയിൽ നിന്ന് കാണുന്നത്. അതിലൊരു ഭാഗം അവർ ഒഴിവാക്കി. മക്ക ഫതഹിന്റെ ശേഷം അന്ന് രാത്രി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് സംസാരിച്ചുകൊണ്ടിരിക്കെ കഅബയെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, നിന്റെ ഖൗമ് ഖുറൈശികൾ പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്നത് കൊണ്ടാണ് ആ കഅബ ഞാൻ പൊളിക്കാത്തത്. ഇല്ലെങ്കിൽ ആ കഅബ പൊളിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എടുത്ത രൂപത്തിൽ ആ കഅബ ഞാൻ പുതുക്കി പണിയുമായിരുന്നു. പക്ഷെ ഞാൻ ഫിത്നയെ ഭയക്കുന്നു, പേടിക്കുന്നു. അത് ജനങ്ങൾക്കിടയിൽ കളിതമാശ പോലെ ആകുമെന്ന് ഞാൻ പേടിക്കും. അതുകൊണ്ട് ഞാൻ അത് പുതുക്കി പണിയാത്തത്. റസൂൽ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കഅബ പൊളിച്ചിട്ട്
അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എടുത്ത രൂപത്തിലെടുക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് സാധിച്ചില്ല. പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമെന്ന് പേടിച്ചു. അതാണ് ഖുറൈശികൾ പണിതത്. അതിനുശേഷം ഹിജ്റ 61 അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു സഹാബി ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി അസ്മാ ബിൻത് ഉമൈസ്, അസ്മാ റളിയല്ലാഹു അൻഹയുടെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ഹിജ്റ 61 അദ്ദേഹത്തിന് ഹിജാസിന്റെ ഭരണം കിട്ടി. മക്കയുടെയും മദീനയുടെയും ത്വായിഫിന്റെയും ഭരണം അദ്ദേഹത്തിന്റെ കയ്യിൽ വന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, കഅബ പൊളിക്കാനും അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എടുത്ത ആ രൂപത്തിൽ എടുക്കാൻ ഒരു ആഗ്രഹം അല്ലാഹുവിന്റെ റസൂലിന് ഉണ്ടായിരുന്നു. ആ ആഗ്രഹത്തെ മാനിച്ചുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു കഅബ പൊളിച്ചു. അവസരം കിട്ടിയപ്പോ അത് കഅബക്ക് ഒരു തീ പിടിച്ചു. ആ അവസരം നോക്കി അദ്ദേഹം ആ കഅബ പൂർണ്ണമായും പൊളിച്ചു. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എടുത്ത രൂപത്തിലെടുത്തു. പക്ഷെ നാട്ടുകാർ സമ്മതിച്ചില്ല. അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ സമൂഹത്തിൽ പേടിച്ചത്, ഭയന്നത്, അത് സംഭവിച്ചു. ഹജ്ജാജ് ബിൻ യൂസുഫ് വന്നു. വലീദ് ബിൻ അബ്ദുൽ മലിക് ബിൻ മർവാന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം ഹജ്ജാജ് ബിൻ യൂസുഫ് മക്കയിലേക്ക് വന്നു. അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനെ അന്വേഷിച്ചു. അന്നേരം കഅബക്കുള്ളിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. ആ കഅബക്കുള്ളിൽ നിന്നും കുടിച്ച് പുറത്തേക്കിട്ട് അവിടുന്ന് വധിച്ചു അദ്ദേഹത്തെ, കഅബ പൊളിച്ചതിന്റെ പേര്. അങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആ ഒരു കാലഘട്ടത്തിൽ. എന്നിട്ട് ഹജ്ജാജ് ബിൻ യൂസുഫ് വീണ്ടും ആ കഅബ പൊളിച്ചു, 4ാമത് ആ കഅബ പൊളിച്ചു. എന്നിട്ട് ഖുറൈശികൾ ഏത് രൂപത്തിലാണോ എടുത്തത്, ഇന്ന് നമ്മൾ കാണുന്ന രൂപം, അതേ രൂപത്തിൽ വീണ്ടും കഅബ പുതുക്കി പണിത്, മാറ്റി പണിത്. ആ ഒരു കഅബയുടെ രൂപമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. നമുക്ക് ഹിജ്ർ ഇസ്മായിൽ എന്ന ഭാഗം അതിന്റെ അടുക്കലുണ്ട്, അത് കഅബയിൽ പെട്ടതാണ്. അത് അന്ന് ഖുറൈശികൾ ഒഴിവാക്കിയ ഭാഗമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലെ, എനിക്ക് കഅബയുടെ ഉള്ളിൽ നിന്ന് നിസ്കരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുണ്ട്. കഅബയുടെ ഉള്ളിൽ കയറി അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിച്ചു. കൂടെ ബിലാൽ റളിയല്ലാഹു ഉണ്ടായിരുന്നു, ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു ഉണ്ടായിരുന്നു. സഹാബി പുറത്തിറങ്ങിയപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, കഅബയുടെ ഉള്ളിൽ റസൂൽ എങ്ങോട്ട് തിരിഞ്ഞാണ് നിസ്കരിച്ചത്? അപ്പൊ സഹാബി പറഞ്ഞു, കഅബയുടെ ഉള്ളിൽ 2 തൂണുകളുണ്ട്, ആ തൂണിലേക്ക് തിരിഞ്ഞാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ആഗ്രഹം പ്രകടിപ്പിച്ചു, അല്ലാഹുവിന്റെ റസൂലിലേക്ക് കഅബയുടെ ഉള്ളിൽ നിസ്കരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കാണുന്ന ഹിജ്ർ ഇസ്മായിൽ ആ ഭാഗമുണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ കയറി നിസ്കരിച്ചാൽ കഅബക്ക് ഉള്ളിൽ നിസ്കരിച്ചതിന് തുല്യമാണ്. അപ്പൊ ഇന്ന് നമ്മള് ഹാജിമാർക്ക് നിസ്കരിക്കാൻ സൗകര്യമുണ്ട്, കഅബയുടെ ഉള്ളിൽ നിസ്കരിക്കുന്ന അവർ ഇതാണ് ഇതിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്നത്. അതാണ് കഅബയുടെ ചെറിയൊരു രൂപം. പിന്നെ ഹജ്ജാജ് ബിൻ യൂസുഫ് അദ്ദേഹം പുതുക്കി പണിതത് അതിന്നും നിലനിന്ന് പോകുന്നു. പിന്നെ ആരും കഅബയുടെ കൈവച്ചിട്ടില്ല, ആരും അതിന് ധൈര്യം കാണിച്ചിട്ടില്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചു, തന്റെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് ഭയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായി. അതുകൊണ്ട് ഇന്ന് ആരും അത് മാറ്റം വരുത്തില്ല, അതേ രൂപത്തിൽ നിന്ന് കഅബയുടെ രൂപം പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ഭൂമിയിൽ നിർമ്മിച്ച ഭവനം കഅബത്തുൽ മുകറമ. നമ്മൾ അതിനെ സംബന്ധിച്ച് അറിയണം, അത് നമ്മുടെ ഖിബലയാണ്. കഅബയുടെ ഒരു ഭാഗത്തുള്ളത് ഹജറുൽ അസ്വദ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹജറുൽ അസ്വദ് മിനൽ ജന്ന. ഹജറുൽ അസ്വദ് അത് സ്വർഗ്ഗത്തിലുള്ള ഒരു കല്ലാണ്. കാന അശദ്ദ ബയാദൻ മിനൽ ലബൻ. അത് പാലിനേക്കാൾ വെളുത്തിട്ടായിരുന്നു. ആകാശ സ്വർഗ്ഗത്തിൽ നിന്ന് അല്ലാഹു ഇറക്കുന്ന സമയം അത് പാലിനേക്കാൾ വെളുത്തിട്ടായിരുന്നു. ഹത്താ സവ്വദത്ഹു ഖതായ അഹ്ലി ശിർക്ക്. മനുഷ്യരുടെ ശിർക്കിന്റെ പാപഭാരണം കാരണമാണ് ആ ഹജറുൽ അസ്വദ് കറുത്തിരുണ്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹായ ഹദീസാണ്. ഹജറുൽ അസ്വദ് ആദം നബി അലൈഹിസ്സലാം കഅബ തവാഫ് ചെയ്ത് തുടങ്ങി. ആ സമയത്ത് വല്ലാതെ ആഗ്രഹം ഒരു മനസ്സിൽ, സ്വർഗത്തെ കാണണം. സ്വർഗത്തിനാണ് ഇറങ്ങി വന്നത്. അപ്പൊ ആ സ്വർഗത്തെ കാണാൻ ആഗ്രഹം വന്നപ്പോൾ വല്ലാത്ത സങ്കടം, വല്ലാത്ത പ്രയാസം ആദം നബി അലൈഹിസ്സലാമിന്. അപ്പൊ സ്വർഗത്തിൽ ഒരു വസ്തു അല്ലാഹു ഇറക്കി കൊടുത്തു, ആദം നബി അലൈഹിസ്സലാം എപ്പോഴും കാണാൻ. അങ്ങനെയാണ് ഹജറുൽ അസ്വദ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുക്കുന്നത്. അതൊക്കെ അവിടെ ഒരു മൂലക്ക് വെച്ചു. അത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സഹാബി പറഞ്ഞു, ഒരു ദിവസം തവാഫ് ചെയ്യുന്നതിനിടയിൽ ആ ഹജറുൽ അസ്വദിനെ ചുംബിച്ചു.
ഹജറുൽ അസ്വദ് ചുംബിക്കുന്ന സുന്നത്താണ്. അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ഇന്നി അഅലമു അന്നക ഹജറുൻ. അത് ജനങ്ങളെ പഠിപ്പിക്കണം. എനിക്കറിയാം നീ ഒരു കല്ല് മാത്രമാണ്. ലാ തൻഫഉ വലാ തദുർ. നിനക്കൊരു ഉപകാരവും ചെയ്യാൻ കഴിയില്ല, ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല. എനിക്കറിയാം നീ ഒരു കല്ലാണ്. പക്ഷെ ഞാൻ ചുംബിക്കുന്നത് എന്തുകൊണ്ടാണ്? റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബ്ബലക. അല്ലാഹുവിന്റെ റസൂൽ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടു, അതുകൊണ്ട് ഞാൻ ചുംബിക്കുന്നു. അതല്ലാതെ ഹജറുൽ അസ്വദ് വേറെ പ്രത്യേകതകളൊന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അതിനെ ചുംബിക്കൽ സുന്നത്താണ്. എന്തുകൊണ്ട്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാണിച്ചു. ആ ഹജറുൽ അസ്വദ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തുണ്ടായ പ്രളയത്തില്, വെള്ളപ്പൊക്കത്തില് കഅബ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടപ്പോ ആ ഹജറുൽ അസ്വദ് ചെന്ന് ജബൽ അബി ഖുബൈസ് എന്ന മലമുകളിലായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ പുതുക്കി പണിയുമ്പോൾ ആ മലമുകളിൽ നിന്ന് ആ കല്ല് കൊണ്ടുവന്ന് അതിന്റെ സ്ഥാനത്ത് വെച്ചു. ഖുറൈശികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അത് പുതുക്കി പണിയുമ്പോൾ അത് അതിന്റെ സ്ഥാനത്ത് വെക്കാൻ ഗോത്രക്കാരെ തമ്മിൽ അടിയായി. ആര് വെക്കും? ആർക്കാണ് ആ സ്ഥാനമുള്ളത്? അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സ്ഥാനം ലഭിച്ചു. അല്ലാഹുവിന്റെ റസൂൽ അത് ആ സ്ഥാനത്ത് വെച്ചു. നുബുവത്തിന്റെ മുമ്പ്, റസൂലാകുന്നതിന്റെ മുമ്പ്. പിന്നീട് ഹിജറ 317 ഖറാമിത്താക്കള് ആ ഹജറുൽ അസ്വദ് കഅബയിൽ നിന്നും മോഷ്ടിച്ചു. അത് കട്ടെടുത്തു. അത് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നീട് 23 വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും അത് തിരിച്ച് ആ സ്ഥാനത്തേക്ക് എത്തുന്നത്. ആ 23 വർഷം ഹജറുൽ അസ്വദ് കഅബയിൽ ഉണ്ടായിരുന്നില്ല. അത് കൊണ്ടുപോകുന്നതിനിടയിലാണ് ആ ഹജറുൽ അസ്വദ് പൊട്ടിയത്. ഒരു വലിയ കല്ലായിരുന്നു. അത് ഇന്ന് 3 കഷ്ണങ്ങളാണ്. ആ 3 കഷ്ണം സംഭവിച്ചത് ആ ഹിജ്റ 317. പിന്നീട് 23 വർഷത്തിന് ശേഷമാണ്, ഫാത്തിമിയ ഭരണകാലത്താണ് ഹജറുൽ അസ്വദ് തിരിച്ച് കഅബയിലേക്ക് സ്ഥാപിക്കപ്പെടുന്നത്. ആ കാലഘട്ടത്തിലാണ് അതിന്റെ ചുറ്റും സ്റ്റീൽ കൊണ്ട് അദ്ദേഹം അതിനെ മറയാക്കി, ആരും എടുത്തു കൊണ്ടുപോകണ്ട എന്ന രീതിയിൽ അതിനെ ഭദ്രമാക്കി സൂക്ഷിച്ചത്. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന കഅബ. അതാണ് നമ്മുടെ ഖിബില. ഇതാണ് ചെറിയ രീതിയിൽ കഅബയുടെ ചരിത്രം. അത് ആരാണ് നിർമ്മിച്ചത്, അതിന്റെ ഓരോ ചരിത്രത്തിൽ ഓരോ കാലഘട്ടം, പുനർനിർമ്മാണം, അത് ഇന്ന് ഈ കാണുന്ന അവസ്ഥയിൽ എത്തിച്ചു. ഇനി ഖിയാമത്ത് നാളിന്റെ മുമ്പായി കഅബ പൊളിക്കപ്പെടും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഖദ്ദിബുൽ കഅബത റജുലുൻ മിനൽ ഹബശ. ഹബശക്കാരനായ ഒരാൾ കഅബയെ പൊളിക്കും. ദുസ്സുവൈഖത്ത് എന്നാണ് അവന്റെ പേര്. ഹജറൻ ഹജറ. അതിന്റെ ഓരോ കല്ലുകളും ഇളക്കിയെടുത്ത് കടലിൽ കൊണ്ടിടും. കഅബ പൂർണ്ണമായിട്ടും നശിപ്പിക്കപ്പെടും, ഇല്ലാതാക്കപ്പെടും. അത് ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതിനുശേഷം ആ ഒരു കാലഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലെന്ന് പറയുന്ന ഒരാൾ ഉണ്ടാകൂല ഭൂമിയിൽ. അല്ലാഹ് എന്ന് പറയുന്ന ഒരാൾ ഉണ്ടാകൂല. ആ കഅബ പൊളിക്കലോടുകൂടി ഹജ്ജ് നിരക്കും. ഹജ്ജ് ഉണ്ടാവൂല, ഉംറ ഉണ്ടാവൂല, പിന്നീട് നിസ്കാരം ഉണ്ടാവൂല. അത് ഖിയാമത്ത് നാളിന്റെ ആരംഭമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രീതിയിലാണ് നമ്മളെ കഅബയെ സംബന്ധിച്ച് പഠിപ്പിച്ചത്. ഇത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ശരിയായ രീതിയിൽ ഈ വക കാര്യങ്ങൾ, നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങൾ മനസ്സിലാക്കുക, അത് സത്യസന്ധമായി വിശ്വസിക്കുക, അത് അംഗീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ പൂർണ്ണമായി അറിയാനോ മനസ്സിലാക്കാനോ അത് ഉൾക്കൊള്ളാനും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് പൂർണ്ണ മുത്തഖീകളായി ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, പ്രധാനമായൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന സമയം, അത് ആരംഭിക്കുന്ന സമയമാണ്. നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കണം, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഭൗതിക വിദ്യാഭ്യാസമായാലും ദീനി വിദ്യാഭ്യാസമായാലും അത് മക്കളെ പഠിപ്പിക്കുക എന്നുള്ളത് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. അതിന് ഏറ്റവും നല്ല സ്ഥാപനം നമ്മൾ തിരഞ്ഞെടുക്കണം. ആ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്,
ദീനി ചുറ്റുപാടുണ്ടാകുന്ന സ്ഥാപനം, അതുപോലെ തന്നെ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ഇസ്ലാമിക സംസ്കാരത്തിൽ എന്റെ മക്കൾക്ക് ജീവിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള സ്ഥാപനമായിരിക്കണം നാം തിരഞ്ഞെടുക്കേണ്ടത്. ഇല്ലെങ്കിൽ അത് വലിയൊരു ഖേദത്തിനിടയാകും. നമ്മുടെ വിദ്യാഭ്യാസം മാത്രം നോക്കി ദീനി ചുറ്റുപാടും ദീനി സാഹചര്യങ്ങളും നോക്കാതെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് മക്കൾ അയക്കുന്നതെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കള് നമ്മുടെ ദീനിൽ നിന്നും വിദൂരമായി കൊണ്ടേയിരിക്കുക. ദീനിന്റെ സംസ്കാരത്തിൽ നിന്നും ആ ഒരു അറിവിൽ നിന്നും മക്കൾ വിദൂരമായി കൊണ്ടേയിരിക്കുക. പിന്നെ അവരെ തിരിച്ച് ദീനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്, ദീനി സംസ്കാരത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വലിയ പ്രയാസമായിരിക്കും. അതുകൊണ്ട് അതൊരു കാര്യം ശ്രദ്ധിക്കുക. അതിന്റെ കൂടെ മക്കൾക്ക് ദീനി വിദ്യാഭ്യാസം നൽകുക. അതൊരിക്കലും ചെറുതായി കാണുക. കാരണം നമ്മുടെ മക്കള് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നത് ദീനി വിദ്യാഭ്യാസം കൊണ്ട് മാത്രമാണ്. അതില്ലെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കള് നമുക്ക് നാളെ ആഖിറത്തിൽ വലിയ പരീക്ഷണമായിട്ട് മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ പരീക്ഷണമാക്കാതിരിക്കട്ടെ നമ്മുടെ മക്കളെ. അള്ളാഹിനെ സംബന്ധിച്ചും റസൂലിനെ സംബന്ധിച്ചും സഹാബാക്കളെ സംബന്ധിച്ചും ആ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. ഖുർആനെ സംബന്ധിച്ചും ഹദീസുകളെ സംബന്ധിച്ചും മക്കളെ നമ്മൾ പഠിപ്പിക്കണം. ദീനിന്റെ ഓരോ കാര്യങ്ങളും ചെറുപ്പത്തിലേ ആ മക്കളെ ശീലിപ്പിക്കണം. ഇല്ലെങ്കിൽ ആഖിറത്തിൽ അള്ളാഹിന്റെ കോടതിയിൽ നമ്മൾ മറുപടി പറയേണ്ടത്. അതുകൊണ്ട് ദീനി വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതിൻ്റെതായ ഗൗരവത്തിൽ നമുക്കാണ്. നമ്മുടെ ആഖിറത്തിൽ മരണത്തിന് ശേഷം നമുക്ക് ഉപകാരപ്പെടുന്ന മക്കളെ നമ്മളെ മക്കളെ നമുക്ക് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിലും ആഖിറത്തിലും ദുനിയാവിലും ഉപകാരപ്പെടുന്ന നല്ല മക്കളായി നമ്മുടെ മക്കളെ സ്വീകരിക്കുമാറാകട്ടെ. ആഖിറത്തിൽ നമുക്ക് സന്തോഷിക്കാൻ വകയാകുന്ന മക്കളായി, സാലിഹീങ്ങളായ മക്കളായി നമ്മളെ മക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم حاسبنا حسابا يسيرا. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم اغفر لنا ولوالدينا يا غافر المذنبين. وأقول قولي هذا واستغفر الله لي ولكم ولجميع المؤمنين والمؤمنات فاستغفروه إنه هو الغفور الرحيم.